ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എസെൻഷ്യൽ ഓയിലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്. അതിൽ ഞാൻ എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് എക്സ്പ്ലെയിനും ചെയ്തിട്ടില്ല, വെറുതെ പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് പുൽത്തൈലാണ്, അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിലാണ് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എസെൻഷ്യൽ ഓയിൽ മേടിച്ചിട്ടുണ്ട് 2-3 വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്മെല്ലുകൾ. അപ്പം എന്താണ് എസെൻഷ്യൽ ഓയിൽ എന്ന് ആദ്യം പറയാം. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പൂക്കളിൽ നിന്നോ ഒക്കെ എടുക്കുന്ന അതിൻ്റെ ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഓയിൽ, അതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് എടുക്കണോണ്ട് ഇത് കുറേ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് കുറച്ച് ഓയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ എസെൻഷ്യൽ ഓയിലിന് വിലയുണ്ട് അത്യാവശ്യം. ഇപ്പോൾ 120 മുതൽ 200-300 രൂപ വരെ റേഞ്ചിൽ വരുന്ന എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. ഓരോ ടൈപ്പ് ഫ്ലേവർ അനുസരിച്ച് അതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് സ്കിൻ കെയർ, അതുപോലെ തന്നെ ഹെയർ കെയർ, പിന്നെ ക്ലീനിങ്, അതുപോലെ തന്നെ ആരോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്മെല്ല്, നമുക്ക് നല്ല റിലാക്സിങ് ആയിട്ട് നമുക്കൊരു ഇത് തരുന്ന സ്മെല്ലുകളാണ് ഈ എസെൻഷ്യൽ ഓയിൽ മെയിനായിട്ട്. അല്ലാതെ വെറുതെ പെർഫ്യൂം അല്ല ഈ സംഭവം. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഓയിലുകളാണ്, സ്മെല്ല് ഓയിൽസ്. അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വീട്ടിൽ ക്ലീനിങ്ങിനും ഫ്രഷ്നെസ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സ്മെല്ലുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. യൂക്കാലിപ്സ് ഓയിലാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. ഇത് ഓൺലൈനിൽ മേടിച്ചല്ല, പക്ഷേ ഇത് കിട്ടും നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ യൂക്കാലിപ്സ് ഓയിലും അതുപോലെ തന്നെ ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെങ്കിൽ പുൽത്തൈൽ എന്ന് പറയുന്ന ഈ 2 സംഭവമാണ് നാട്ടിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടണേ. അപ്പോൾ യൂക്കാലിപ്സ് ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നതാണ് യൂക്കാലിപ്സ് ഓയിൽ. ഈ ബോട്ടിലിന്, ഈ ചെറിയ ബോട്ടിലിന് 200 രൂപയോളം വാല്യൂ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് 10 ml ചെറിയ ചെറിയ ബോട്ടിൽ ആണ്. അതിന് 120-130 രൂപ റേഞ്ചാണ്. അപ്പോൾ ഈ വലിയ ബോട്ടിൽ യൂക്കാലിപ്സ് ഓയിലിന് വന്ന വില അതാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് മതി, അതിന് അത്രയും സ്മെല്ലുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ വില കൊടുക്കാണ്ട് പറ്റില്ല, അത്രയും സ്മെല്ലുണ്ട് അതിന്. ഇതിൻ്റെ മെയിനായിട്ട് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് തലവേദന, കോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിലൊരു ഡ്രോപ്പ് ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബോഡി പെയിൻ ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇത് 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ്സും ബോഡി പെയിനൊക്കെ നന്നായിട്ട് പോകും. ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, നല്ല എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണേ. ഇത് ഇത്ര കാശ് കൊടുത്താലും കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും ഈ സംഭവം. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഓൺലൈനിൽ നിന്നുള്ളതാണ് ഈ കുഞ്ഞ് ബോട്ടിൽ എസെൻഷ്യൽ ഓയിൽസ് കേട്ടോ. ഗുഡ് വൈബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് ആണ്. ഇത് വീട്ടിലേക്കുള്ള മെയിനായിട്ടും ക്ലീനിങ്ങിന് വേണ്ട സ്മെല്ലുകളാണ്. കുറേ തരത്തിൽ എസെൻഷ്യൽ ഓയിൽ വരുന്നുണ്ട് കേട്ടോ, പല സ്മെല്ലുകളുണ്ട്. ലാവൻഡർ നല്ലൊരു സ്മെല്ലാണ്, എനിക്കത് കിട്ടിയില്ല. പക്ഷേ ആ ലാവൻഡർ, അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ട്. ഓരോരുത്തരും റേറ്റ് വ്യത്യാസമുണ്ട്. ഈ ലെമൺ ഓറഞ്ച് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് കുറവായിരുന്നു വില, 120 രൂപയാണ്. 10 ml ബോട്ടിലാട്ടോ, തീരെ കുഞ്ഞിതാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര വിലയാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന്. ഇനി ലെമണിൻ്റെ കാര്യമാണ്. ലെമണാണ് നമുക്ക് വീട്ടിലേക്ക് ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സ്മെല്ല്. നല്ല ഫ്രഷും ക്ലീൻ ആയിട്ടുള്ള സ്മെല്ല് തരുന്നത് ലെമണാണ്. അപ്പോൾ ലെമണിൻ്റെ ഒരു 2-3 തുള്ളിയൊക്കെ മതി നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സൊല്യൂഷനിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്മെല്ലുണ്ടായിരിക്കും, പ്രത്യേകിച്ച് കിച്ചൺ ക്ലീനിങ്ങിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ഇതാണ് ലെമൺ എസെൻഷ്യൽ ഓയിൽ. ഇതിൻ്റെ വിലയായിരുന്നത് 120 രൂപയായിരുന്നു. 140 രൂപ, 145 MRP വരുന്നുണ്ട്. 120 രൂപ ഓഫർ ടൈമിലാണ്. ഇനി നിങ്ങൾക്ക് ഓഫർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡുകളുടെ ഒക്കെ കുറഞ്ഞതൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലാണ്. ഇതേ പർപ്പസ് തന്നെയാണ്, സെയിം നല്ല ഓറഞ്ചിൻ്റെ, പ്യൂർ ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. ക്ലീനിങ്ങിന് മാത്രമല്ല സ്കിൻ കെയറിനും നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കാം. മാത്രമല്ല നമുക്ക് നല്ലൊരു റിലാക്സിങ് ഒരു സ്മെല്ലാണ്. നമുക്ക് ഛർദ്ദിക്കാൻ വരില്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു ചെറിയ കോട്ടണിൽ ഈ എസെൻഷ്യൽ ഓയിൽ ഇങ്ങനെ ഡ്രോപ്പ് ഇടാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഓറഞ്ചിൻ്റെ ശരിക്കുള്ള സ്മെല്ല് കിട്ടും. ഇതൊട്ടും നമുക്ക് ഹാംഫുള്ളും അല്ല. കാരണം എന്ന് വെച്ചാൽ പ്യുവർ ഓയിലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സ്മെല്ലുകൾ വല്ലാതെ പ്രശ്നമുള്ള ഒരു ആസ്മ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ലുകൾക്ക് നമുക്ക് വരുമ്പോൾ അലർജിക്ക് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പ്യുവർലി സേഫാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഇത് യൂക്കാലിപ്സ് ഓയിലിൻ്റെ സ്മെല്ല് പോലെ തന്നെയാണ്, ഏതാണ്ട് ആ ഒരു വില തന്നെ വരണം കേട്ടോ ഇതിനും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും ഏതാണ്ട് അതുപോലെ തന്നെയാണെന്ന് പറയാം. എനിക്ക് പറയാൻ പറ്റുന്നില്ല സ്മെല്ല് അപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഇതും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ ഇങ്ങനത്തെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. സ്കിൻ കെയർ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അങ്ങനെയുള്ള ഓയിൽസിന് കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ സ്കിന്നിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് കൊണ്ട് ഇടരുത്. ഇനി എസെൻഷ്യൽ ഓയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയൊക്കെ
എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. മെയിനായിട്ടും ഞാൻ ആദ്യം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ്ങിനാണ് ഞാൻ ഈ സംഭവം മേടിച്ചത്. അപ്പോൾ ക്ലീനിങ്ങിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1/2 കപ്പ് ചൊറുക്കയും, അതായത് വിനീഗർ ഇട്ടാ, പിന്നെ 1.5 കപ്പ് വെള്ളം. ഇത് സ്ഥിരം പറയുന്നതാണ്. അതിൽ 2-3 തുള്ളി ഈ പറഞ്ഞ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2-3 തുള്ളി എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് വെറുതെ സ്പ്രേ പോലെ റൂമിൽ നല്ല സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കാം. വിനീഗർ ഒഴിച്ച് നമുക്ക് ഈ കിച്ചൺ ക്ലീനിങ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഡാർക്ക് കളറ് ബോട്ടിൽ എടുക്കുക, അതായത് അതിലേക്ക് വെളിച്ചം കടന്നു കഴിഞ്ഞ് വല്ലാതെ ഇതായ എസെൻഷ്യൽ ഓയിൽ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നല്ല സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ പീസിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് നിങ്ങൾക്ക് റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കും. പിന്നെ പറയാനുള്ളത്, എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആവി പിടിക്കുന്ന മെഷീനിൽ നമുക്ക് ഇപ്പോൾ യൂക്കാലിപ്റ്റസ് ഓയിലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ തലവേദന അതുപോലെ തന്നെ കോൾഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. മാത്രമല്ല അത് റൂമിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് റൂമിലുണ്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അത്. പിന്നെ ഇതിങ്ങനെ എസെൻഷ്യൽ ഓയിലും വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഒഴിച്ച് വെക്കാം. പക്ഷെ കറക്റ്റായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ വരുന്നുണ്ട്. അതിൻ്റെ പേര് ഇലക്ട്രിക് ഡിഫ്യൂസർ എന്നാണ്. ഇതാണ് സംഭവം. 1000 രൂപയൊക്കെ റേഞ്ച് ആമസോണിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും വിലയുണ്ട് സാധനത്തിന്. അതേപോലെ ഇത് റീഡ് ഡിഫ്യൂസർ എന്ന് പറയും. ഈ കോലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഈ എസെൻഷ്യൽ ഓയിലും വെള്ളവും അത് ഓയിലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ട് ഈ കോലുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അത്ര വില വരുന്നില്ല. പിന്നുള്ളത് ഈ ക്യാൻഡിൽ വെച്ചിട്ട്, ഈ ക്യാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയുള്ള ഭാഗത്ത് നമ്മൾ ഓയിൽ 2 ഡ്രോപ്പോ 3 ഡ്രോപ്പൊക്കെ ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് റൂമിലുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് അരിമണി ഒരു പാത്രത്തിലിട്ടില്ല, അതിൽ 2-3 ഡ്രോപ്പ് ഈ ഓയിൽ ഒഴിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെറുതെ അവിടെ അങ്ങനെ വെക്കുക. സ്മെല്ല് ഈ അരിയിൽ പിടിക്കുമ്പോൾ ആ സ്മെല്ലും റൂമിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ സ്മെല്ല് നമുക്ക് എവിടെയെങ്കിലും ഒഴിച്ച് വെക്കണില്ല, അതിനാണ് ഈ അരിമണിയിൽ ഒഴിച്ച് വെക്കാൻ പറയണത്. പിന്നെ ബേക്കിംഗ് സോഡ വെച്ച് നമ്മൾ ക്ലീനേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ 2-3 ഡ്രോപ്പ് ഇടുകയാണെങ്കിൽ ലെമണിൻ്റെ ഒക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ക്ലീനർ ഉപയോഗിക്കുമ്പോൾ കിച്ചണിൽ ആ ഒരു നല്ല സ്മെല്ല് നിൽക്കും. ഇനി ഷൂസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബാഡ് സ്മെല്ല് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയൊരു പീസ് പഞ്ഞിയിൽ ഈ പറഞ്ഞ എസെൻഷ്യൽ ഓയിൽ 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് ഷൂവിൻ്റെ ഉള്ളിൽ. ചിലവരുടെ ഇങ്ങനെ സ്പോർട്സ് ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്മെല്ല് ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്കിന്നിന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതുപോലെ ഓയിലുകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്കിന്നിലോ അതുപോലെ തന്നെ മുടിയിലൊക്കെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഓയിൽസ് മേടിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെയിം ഇതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ആമസോണിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിത്തിരി വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്മെല്ലിനും ഓരോ വിലയാണ്, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഓരോ സ്മെല്ലുകളനുസരിച്ച്. പക്ഷേ ലെമണും ഓറഞ്ചൊക്കെ ഏതാണ്ട് ഒരു റേറ്റാണ്, അത്രയും വരുന്നില്ല. ബാക്കിയൊക്കെ ചിലതൊക്കെ ടീ ട്രീ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് വരുന്നുണ്ട്. മെയിനായിട്ട് സ്കിൻ കെയറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് എന്നോട് മറക്കാതെ പറയുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ.